രാവിലെ ഫ്രഷായി എന്തെങ്കിലും പഴം കഴിക്കണമെന്ന് തോന്നി. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ മുറ്റത്തിറങ്ങിയപ്പോൾ അവിടെ ഞൊട്ടാഞ്ഞൊടിയൻ പഴം നിൽക്കുന്നത് കണ്ടു. ഞാൻ കുറച്ച് ഞൊട്ടാഞ്ഞൊടിയൻ പഴം പറിച്ചങ്ങ് കഴിച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കപ്പയും മീൻകറിയായിരുന്നു. കപ്പയും മീൻകറിയും വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഇത്തിരി കപ്പയും മീൻകറിയും കഴിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു 2-3 ദിവസത്തേക്ക് ചൂടായ വെള്ളങ്ങളൊന്നും കുടിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അരുതെന്ന് പറഞ്ഞതുകൊണ്ട് ചൂട് കടിഞ്ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ചൂട് കടിഞ്ചായയും കൂടി കുടിച്ചു. മസാലക്കറി ഒന്നും കൂട്ടരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സിലോപ്പിയ വറുത്തതും സാമ്പാറും കൂട്ടി ചോറ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ വലിയ മഴയ്ക്കുള്ള ഒരുക്കങ്ങൾ കാണുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വൈകുന്നേരത്തേക്ക് ഇന്ന് അവധിയാണല്ലോ, വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ചിക്കൻ കറിയും അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറിയും അപ്പം ഉണ്ടാക്കി കഴിച്ചു. അപ്പോഴാണ് എനിക്കിനി അതിൻ്റെ കൂടെ വെള്ളം കഴിക്കുമ്പോൾ ചൂട് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പം ചൂട് പാടില്ലെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് നാരങ്ങ വെള്ളം ആക്കാമെന്ന് വെച്ചു. നാരങ്ങ വെള്ളവും കഴിച്ചപ്പോൾ സാധാരണ നാരങ്ങ വെള്ളം പോലെ ആകണ്ടെന്ന് കരുതി ഇത്തിരി ഇഞ്ചിയും മുളകും പിന്നെ പുതിനയിലൊക്കെ ഇട്ടൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടുത്ത വീട്ടിലിങ്ങനെ റംബുട്ടാൻ കായ്ച്ച് നിൽക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ പോയി കുറച്ച് റംബുട്ടാൻ പറിച്ചു, റംബുട്ടാനും കഴിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണോ, ഡിക്കാപ്രിക്കാണെങ്കിൽ വല്ലാത്ത ദാഹം. ഡിക്കാപ്രി അടുത്ത വീട്ടിലെ മതിലിരുന്നുകൊണ്ട് അവിടുത്തെ വെള്ളം എടുത്ത് കുടിക്കുവാണേ. അവർ കിളികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമാണേ. ഡിക്കാപ്രി അങ്ങനെ വെള്ളം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അത്താഴമായപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഭക്ഷണം എപ്പോഴും ലളിതമായിരിക്കണം. നമ്മളെപ്പോഴും അങ്ങനെ കനത്ത ഭക്ഷണമൊന്നും പാടില്ല. അപ്പം ഞാൻ കരുതി ഒരു ബ്രെഡും കഴിച്ചേക്കാം, അല്പം പീനട്ട് ബട്ടറും കഴിച്ചേക്കാം എന്ന് കരുതി.